അപൂർവങ്ങളിൽ അപൂർവമായ രോഗം ബാധിച്ച യുവതിയും കുടുംബവും സുമനസ്സുകളുടെ സഹായം തേടുന്നു. മറ്റുള്ളവരുടെ സഹായത്താൽ വാടക വീട്ടിൽ കഴിയുന്ന ചെങ്ങന്നൂർ സ്വദേശിനി ലതിയും മാതാപിതാക്കളുമാണ് കാരുണ്യത്തിനായി കേഴുന്നത്. എൻ്റെ പേര് ലതി. എൻ്റെ വീട് ആല പഞ്ചായത്തിലായിരുന്നു. ഞങ്ങൾ ചമ്മത്തുമുക്ക് ആയിരുന്നു താമസം. ഇപ്പം കൂടുകുളഞ്ഞി കുതിരവട്ടത്ത് അമ്പലത്തിനടുത്ത് വെൺമണി പഞ്ചായത്ത് 2-ാം വാർഡിലാണ് താമസം. വാടക വീട്ടിലാണ്. ഞാനും അച്ഛനും അമ്മയും മാത്രമാണ് എൻ്റെ വീട്ടിൽ. അച്ഛനും അമ്മയ്ക്കും എനിക്കും ഹൃദയത്തിന് അസുഖമുള്ളതാണ്. എനിക്ക് വാൽവ് മാറ്റിവെക്കൽ സർജറി ബൈപ്പാസും പറഞ്ഞിരുന്നു. വാൽവ് മാറ്റിവെക്കൽ സർജറി നടന്നു. മാർച്ച് 5-നായിരുന്നു. എനിക്ക് പിന്നെ രക്തക്കുഴലുകൾ ചുരുങ്ങി ഹൃദയത്തിൻ്റെ പ്രവർത്തനം പരാജയപ്പെടുന്ന ടക്കയാസു എന്ന് പറയുന്ന അതീവ ഗുരുതരവും അപൂർവമായ ഒരു അസുഖമുണ്ട്. പിന്നെ കണ്ണിന് കാഴ്ച കുറവുണ്ട്, ചെവിക്ക് കേൾവി കുറവുണ്ട്. പിന്നെ അച്ഛനും അമ്മയ്ക്കും തലച്ചോറിൻ്റെ കോശങ്ങൾ നഷ്ടപ്പെട്ടിട്ട് ഓർമ്മ നഷ്ടമാകുന്ന സെറിബ്രൽ അട്രോഫി എന്ന് പറയുന്നൊരു അസുഖമുണ്ട്. അതുകൂടാതെ അച്ഛനൊരു മരുന്ന് കഴിച്ച് അതിപ്പം ശരീരം മുഴുക്കെ അത് വ്രണമായി മാറി. ബയോപ്സി ചെയ്തപ്പം അത് മരുന്നിൻ്റെ അലർജിയാണെന്ന് പറഞ്ഞു. അച്ഛനെയും കൊണ്ടും അമ്മയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാനും എനിക്ക് മാർഗ്ഗമില്ല. എനിക്കും ഹോസ്പിറ്റലിൽ ഇപ്പോൾ യാതൊരു മാർഗ്ഗവുമില്ല. സർജറി കഴിഞ്ഞ് സ്റ്റിച്ച് എടുക്കാൻ മാത്രമാണ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയത്. ഞങ്ങൾക്ക് മരുന്നിന് പോലും മാർഗ്ഗമില്ല, ആഹാരത്തിനും മാർഗ്ഗമില്ല. കൂട്ടുകാർ, അധ്യാപകർ, നാട്ടിൽ അറിയാവുന്നവരൊക്കെ സഹായിച്ചാണ് ഞങ്ങൾ കഴിയുന്നത്. സുഹൃത്തുക്കളാണ് വാടക വീടിൻ്റെ പൈസ കൊടുക്കുന്നത്. പിന്നീട് സർജറി നടന്നത് വളരെ പ്രശസ്തമായ ഒരാൾ ആശുപത്രി കൊടുക്കാനുള്ള പൈസ അടച്ചു. അങ്ങനെയാണ് സർജറി നടന്നത്. ഞങ്ങളുടെ വീടിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്. സഹായിക്കണം. ഞാനിത് ഞങ്ങളുടെ വീട്ടിൽ ആഹാരത്തിന് ബുദ്ധിമുട്ടായപ്പോൾ ആലപ്പുഴ കളക്ടറേറ്റിലേക്ക് 2 തവണ ഫോൺ മുഖേന മെസ്സേജ് അയച്ചിരുന്നു. അവിടുന്ന് റിപ്ലൈ വന്നത് സന്നദ്ധ സംഘടനകളൊന്നും അവർക്ക് റിപ്ലൈ കൊടുത്തിട്ടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് കാണുന്നവരെല്ലാം നിങ്ങളെക്കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ ഞങ്ങൾക്ക് ചെയ്തു തരണമെന്ന് അപേക്ഷിക്കുന്നു. ഇപ്പം സർജറി കഴിഞ്ഞ് സ്റ്റിച്ച് എടുക്കാൻ മാത്രമാണ് പോയത്. മാർച്ച് 24-ാം തീയതി ആണ് പോയത്. അതിനുശേഷം പിന്നെ പോയിട്ടില്ല. ആയതിനാൽ ഇനിയിപ്പം ജൂൺ 5-ാം തീയതി ഞങ്ങൾക്ക് ആ ഹോസ്പിറ്റലിൽ പോകേണ്ടതാണ്. വീണ്ടും 3 മാസമാകുമ്പം ചെല്ലണം. പക്ഷേ ഇതിനിടയ്ക്കെങ്ങും പോകാനും പറ്റിയിട്ടില്ല. അതിനാൽ ജൂൺ 5-ാം തീയതിയെങ്കിലും പോയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ എന്താണെന്ന് അറിയണം. അതിനാൽ എന്നെ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഇനി ഇതിനകത്ത് ഒരു മെഷീൻ വെക്കണം ചെവിക്കകത്ത്. അത് 30,000 രൂപയോ 40,000 രൂപയോ. അപ്പോൾ ഇനി അതും ചെയ്യണം. ഇതിൻ്റെ കർണപടത്തിന് ഒരു ഹോളുണ്ട് ഈ വലത് ചെവിയുടെ. അപ്പോൾ ഇതിന് ഹോള് വന്നിട്ട് ഇതിന് 61-51% കേൾവി കുറവ്. അപ്പോൾ ഇതിനെന്താ കേൾവി കുറവെന്ന് അറിയാൻ വേണ്ടി തലയുടെ MRI എടുത്ത്. അപ്പോൾ ഇനി ഇതിൻ്റെ ഹോളിൽ ഇനി എന്തോ ചെയ്യണമെന്ന് അറിയത്തില്ല. ഇതിനകത്ത് മെഷീൻ വെക്കണമെന്ന് പറഞ്ഞു. ചെവിക്ക് കേൾവി. ചേച്ചിയുണ്ട്, അവൾക്ക് 3 മക്കളുണ്ട്. അതിലൊരാൾക്ക് സുഖമില്ല ചെറുപ്പം മുതലേ. അങ്ങനെ അതിൻ്റെ ചികിത്സ ഒരു 17 വർഷത്തോളം നീണ്ടു നിന്നു. പിന്നെ ചേച്ചിക്കും കുറേ സർജറിയൊക്കെ കഴിഞ്ഞ് അവർക്ക് നമ്മളെ സഹായിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്.